ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം വാതിലുകളുടെ പണിയെക്കുറിച്ച് പഠിക്കുകയായിരുന്നല്ലോ. ഇന്ന് നമുക്ക് 9ാമത്തെ വാതിലിനെ കുറിച്ച് പഠിക്കാം. നെഹമ്യാവ് എഴുതിയ പുസ്തകം അതിൻ്റെ 3ന്റെ 29 വാക്യം. അതിൻ്റെ ശേഷം ഇമ്മോരിന്റെ മകൻ സാദോക്ക് തൻ്റെ വീടിന് അറ്റകുറ്റം തീർത്തു. അതിനുശേഷം കിഴക്കേ വാതിൽക്കാവലിനായ സെക്കൻഡാന്റെ മകൻ സെമ്മരിയാവ് അറ്റകുറ്റം തീർത്തു. കിഴക്കേ വാതിൽ ഹോപ്പ്, അവിടെ നമുക്ക് കാണുന്നത് ഈസ്റ്റ് ഗേറ്റ് എന്നും അതിന് പേരുണ്ട്, ഹോപ്പ് ഗേറ്റ് എന്നും അതിന് പേരുണ്ട്. അപ്പോൾ കിഴക്കേ വാതിൽ അറ്റകുറ്റം തീർത്തു എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഈ വാതിലിൽ കൂടെ കർത്താവ് വരുമെന്നാണ് ഇസ്രായേൽ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് ആ വാതിൽ എപ്പോഴും അവർ റെഡിയായിട്ട് വെച്ചിരുന്നു. ആ വാതിൽ കൂടിയാണ് കർത്താവ് വരാൻ പോകുന്നത് എന്ന് ഇസ്രായേൽ മക്കൾ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് ഈ വാതിൽ എപ്പോഴും അവർ അടച്ചിട്ടിട്ട് ഇരിക്കുകയായിരുന്നു. കാരണം കർത്താവ് എപ്പോഴാണ് വരണതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ആ വാതിൽ അടച്ചിട്ടിരിക്കുമായിരുന്നു. എന്നാൽ കർത്താവ് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് അത് മനസ്സിലായില്ല. കർത്താവ് വരുമെന്ന് വാതിലുണ്ട് എന്നവർ അറിഞ്ഞിരുന്നു. എന്നാൽ കർത്താവ് റിയലി ആയിട്ട് ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ അവർക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചില്ല. കർത്താവ് പറയുന്നുണ്ട്, യോഹന്നാൻ 1:11 വാക്യത്തിൽ 10 മുതലുള്ള വാക്യത്തിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവൻ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, സ്വന്തമായവർ ഇസ്രായേൽ മക്കള് അവർക്ക് കതകൊക്കെ ഉണ്ടായിരുന്നു, കിഴക്കേ വാതിലുണ്ടായിരുന്നു, അതവരടച്ച് ഭദ്രമായിട്ട് സൂക്ഷിച്ചിരുന്നു ആ വാതിൽ. എന്നാൽ ക്രിസ്തു വന്നത് അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് അവർക്ക് അറിയാതെ ഇരുന്നു. കർത്താവ് തന്നെ പറയാണ്, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല എന്ന് കാണാം. അത് തന്നെ മത്തായി 23 അധ്യായത്തിൻ്റെ 37 വാക്യത്തിൽ നമ്മളത് കാണുന്നുണ്ട്. മത്തായി 23:37 വാക്യത്തിൽ കർത്താവ് തന്നെ പറയാണ്, യെരുശലേമേ യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചെറിയൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. ഇവിടെ കർത്താവ് വീണ്ടും പറയുകയാണ്, ഞാൻ നിങ്ങളുടെ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ എന്നെ കൈക്കൊണ്ടില്ല. അതുകൊണ്ട് അവർ എന്നെ തള്ളിക്കറിഞ്ഞു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ചേർത്ത് കൊള്ളുവാനായിട്ട്, ഒരു കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ പോലെ ചേർത്ത് കൊള്ളുവാനായിട്ട് എത്ര വട്ടം എനിക്ക് മനസ്സായിരുന്നു, നിങ്ങൾ മനസ്സായില്ല. അതുകൊണ്ട് അവർ കർത്താവിനെ മനസ്സിലായില്ല എന്ന് മാത്രമല്ല, അവർ കർത്താവിനെ തള്ളിപ്പറവാനും കർത്താവിനെ വേണ്ട എന്ന് വയ്ക്കുവാനും അവർ കർത്താവിനെ ക്രൂശിക്കുവാനായിട്ടും ഇടയായിട്ട് തീർന്നു. എന്നാൽ കർത്താവ് ക്രൂശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റു. അവൻ നമുക്ക് വേണ്ടി ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുകയാണ്. ആരെങ്കിലും ഈ കർത്താവിനെ സ്വന്തം രക്ഷകനായിട്ട് സ്വീകരിച്ചാൽ, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മൾ കർത്താവിൻ്റെ ജനന മരണ പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവിനെ സ്വന്തം രക്ഷകനായിട്ട് സ്വീകരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിട്ട് തീരും. ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണല്ലോ പറയുന്നത്, ദൈവത്തെ കഴിക്കൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനായിട്ട് ദൈവം അധികാരം കൊടുത്തു. ദൈവത്തിൻ്റെ മക്കളോട് കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടാണ് ലാസ്റ്റ് സമയത്ത് പോയത്. അത് നമ്മൾക്ക് യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാനായി പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. ഇവിടെ നമുക്ക് കർത്താവ് ലോകത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് തൻ്റെ മക്കളോട് പറഞ്ഞൊരു കാര്യമാണ്, അവൻ പോകുന്നു, അവൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുന്നു. എന്നാൽ അവനിപ്പോൾ ദൈവത്തിൻ്റെ അവൻ നമുക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാനായിട്ട് പോയിരിക്കുകയാണ്. നമ്മുടെ വാസസ്ഥലം ഒരുക്കിയതിന് ശേഷം നമ്മളെ കർത്താവ് താൻ ഇരിക്കുന്നിടത്ത് നമ്മളെ ഇരുത്തേണ്ടതിന് വേണ്ടി, കർത്താവിനോട് കൂടെ നമ്മളെ ഇരുത്തേണ്ടതിന് വേണ്ടി അവൻ രണ്ടാമതും വരും എന്ന് പറഞ്ഞിട്ടാണ് കർത്താവ് ഈ ലോകത്തിൽ നിന്ന് പോയത്. അത് തന്നെയല്ല, നമുക്ക് 1 തെസ്സലോനിക്കർ 4 അധ്യായത്തിൻ്റെ 16-17 വാക്യത്തിൽ അത് തന്നെയാണ്
നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 15-ാം വാക്യം, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടിയിരിക്കും. കർത്താവ് ഈ ലോകത്തിൽ നിന്ന് വന്നപ്പോൾ പറയുകയാണ്, ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് നിങ്ങളെ വീണ്ടും വന്ന് ചേർത്തുകൊള്ളും. അത് തന്നെയാണ് ഇവിടെ നാം കാണുന്നത്. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ മധ്യാകാശത്തിൽ വരും. പ്രിയ സഹോദരിമാരെ, പ്രിയ കുഞ്ഞുങ്ങളെ, പ്രിയരെ, ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ ആരെങ്കിലും രക്ഷകനായിട്ട് സ്വീകരിച്ചില്ലെങ്കിൽ ഇപ്പോഴാവുന്ന സുപ്രസാദകാലം, ഇപ്പോഴാവുന്ന രക്ഷാദൂസം. കർത്താവിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് കർത്താവിനെ ഏകദൈവവും രക്ഷകനുമായിട്ട് സ്വീകരിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ മക്കളായിട്ട് തീരും. അവരാണ് ക്രിസ്തുവിൽ ജനിച്ചവർ എന്ന് കാണുവാനായിട്ട് സാധിക്കും. ക്രിസ്തുവിൽ ജനിച്ചവർ കർത്താവിനോട് കൂടെ ഒരുമിച്ച് അവനെ എതിരേൽപ്പാനായിട്ട് പോകും. എന്നാൽ ക്രിസ്തു ഇല്ലാത്തവരാണെങ്കിൽ അവർ വിടപ്പെടുവാനായിട്ട് ഇടയായിട്ട് തരും. അതാണ് ഈ വചനം പറയുന്നത്. കർത്താവ് വരും, കർത്താവ് താൻ പറഞ്ഞതുപോലെ തന്നെ വരും. കർത്താവ് പറഞ്ഞ അനേക കാര്യങ്ങൾ ഇന്ന് അത് നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇനി കർത്താവ് മധ്യാകാശത്തിൽ വരുവാനുള്ളത് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവ് പറയുകയാണ്, ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ മധ്യാകാശത്തിൽ വരും. അങ്ങനെ വരുമ്പോൾ ഒരു സംഭവം ഉണ്ടാവും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. കർത്താവിൽ മരിച്ചവരെല്ലാവരും അവരെവിടെയൊക്കെ ആയിരുന്നാലും, ഏത് സ്ഥലത്തായിരുന്നാലും, വെള്ളത്തിൻ്റെ അടിയിലോ ആകാശത്തിലോ എവിടെയായിരുന്നാലും, ഭൂമിയിലോ എവിടെയായിരുന്നാലും അവരെല്ലാവരും ആദ്യം ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് കർത്താവിൽ വിശ്വസിച്ചവരായിട്ട് ജീവനോടെ ശേഷിക്കുന്നവരായി നാം കർത്താവിനെ എതിരേൽപ്പാൻ നാം രൂപാന്തരപ്പെട്ട് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം ക്രിസ്തുവിനോടുകൂടി എന്നേക്കും ആയിരിക്കും. അതെ, ഇസ്രായേൽ മക്കൾക്ക് അറിയാമായിരുന്നു കർത്താവ് വരുമെന്നുള്ളത്. എന്നാൽ അവർക്കതിനു വേണ്ടിയുള്ള വാതിലും കൂടി ഉണ്ടായിരുന്നു. ക്രിസ്തു ഏത് വാതിൽ കൂടെ വരുന്നു എന്ന് പോലും അറിയായിരുന്നു. കർത്താവ് വന്നു, അവർ കർത്താവിനെ സ്വീകരിച്ചില്ല, അവർ തള്ളിപ്പറഞ്ഞു. അതുകൊണ്ട് അവർക്ക് രക്ഷകനെ നഷ്ടപ്പെട്ടു. ജാതികൾക്ക് ആ പ്രിവിലേജസ് കിട്ടി. അവൻ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുവാനായിട്ടാണ് ആദ്യമായിട്ട് വന്നത്. ഇനി കർത്താവ് ഒന്നും കൂടെ വരും കേട്ടോ. ഒന്നും കൂടെ വരുന്നത് തൻ്റെ മക്കളെ, കർത്താവ് താൻ പറഞ്ഞതുപോലെ തന്നെ, ഞാൻ നിങ്ങൾക്കായി സ്ഥലം ഒരുക്കുവാനായിട്ട് വരുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും നിങ്ങൾ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പോൾ ഇന്ന് കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കാത്തവർ രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ വരവിനായിട്ട് റെഡിയാകുക. കർത്താവിനെ സ്വന്തം രക്ഷകനായിട്ട് സ്വീകരിച്ച് ദൈവമക്കളായിട്ടുള്ളവർ, അവർക്ക് ചുമതലയുണ്ട്. കർത്താവിൻ്റെ വരവിനായിട്ട് അവർ ഒരുങ്ങിയിരിക്കേണ്ടത് ആവശ്യമാണ്. നാം എങ്ങനെയൊക്കെ ഒരുങ്ങണമെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നമുക്ക് കർത്താവ് വരും എന്നുള്ള ആ പ്രത്യാശയോടുകൂടി, സന്തോഷത്തോടുകൂടി നമുക്ക് ജീവിക്കാം. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.